ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന് വേറെ ഒന്നും പറയാനില്ല ഗൈസ്. ബാക്ക് ടു ബാക്ക് മൂന്നാമത്തെ തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വഴങ്ങിയിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ ജയിക്കും എന്ന് പ്രതീക്ഷിച്ച ഒരു കളിയാണ് 1-2 തോറ്റത്. ഓക്കെ ഗൈസ്, എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും അടുത്ത വർഷം ISL കളിക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അടുത്ത വർഷം IFL-ലിലോട്ട്, ഇന്ത്യൻ ഫുട്ബോൾ ലീഗിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ പഴയ I ലീഗിലോട്ട് പോകുമെന്നാണ് ഈ കളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്, ഈ സീസണിൻ്റെ ആദ്യത്തെ ഗോൾ. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് നാണക്കേടുണ്ടാക്കിയ ഒരു കളിയാണ് ഇത്. കാരണം ഇന്ത്യക്കാശ് FC-യുടെ ആദ്യത്തെ വിന്ന്, ISL വിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ കൂടെയാണ്. അപ്പോൾ അങ്ങനെ നാണക്കേട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളെ ക്ലബിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനിയും കളി കണ്ടിട്ട് ഒരു പ്രയോജനമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഒരു പുതിയ സ്ട്രൈക്കറും കൂടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ഇറക്കിയിട്ടില്ല. അപ്പോൾ അടുത്ത മാച്ചിൽ ചെന്നൈയിൻ FC-യുടെ കൂടെയാണ് അടുത്ത മാച്ച്. ആ മാച്ചിൽ നമ്മുടെ ജയ് കിറ്റോങ്കോയെ ഇറക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കളിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം, തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കോച്ചിന് തന്നെയാണ് പറയാനുള്ളത്, നമ്മുടെ ദവീദ് കറ്റാല. ഗൈസ്, ഒരു സ്റ്റാർട്ടിംഗ് 11, ഒരു കോൺഫിഡൻസ് ഉള്ള സ്റ്റാർട്ടിംഗ് 11 ഇതുവരെ ഇറക്കാൻ നമ്മുടെ ദവീദ് കറ്റാല കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി പുതിയ സ്ട്രൈക്കർ വന്നാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ചാൻസുകളൊക്കെ അദ്ദേഹം ഗോൾ ആക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ എനിക്ക് ഈ കളി എടുത്ത് നോക്കുമ്പോൾ പറയാനുള്ള ഫസ്റ്റ് കാര്യം കെവിൻ യോഗിനെ ഫസ്റ്റ് ഇറക്കി എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവാണ്. പിന്നെ നമ്മുടെ ഡാനിഷ് ഫറൂഖ് എന്തിനാണ് ഇറക്കി വിടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എപ്പോൾ നോക്കിയാലും ഒരു പ്രാവശ്യം നോക്കുമ്പോൾ വിങ്ങിൽ നിൽക്കും, ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഡിഫൻസിൽ നിൽക്കും, ഒരു പ്രാവശ്യം നോക്കുമ്പോൾ സ്ട്രൈക്കിൽ നിൽക്കും. ഫുട്ബോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒരു പ്ലെയറാണ് ഡാനിഷ് ഫറൂഖ്. എന്തിനാണ് ഇറക്കി വിടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുമാതിരി പേ പിടിച്ച പട്ടിയെ പോലെയാണ് ഡാനിഷ് ഓടിക്കൊണ്ട് നടക്കുന്നത്. അതാണ് ഈ ഡാനിഷിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മൾ എടുക്കാനുള്ള സന്ദീപിൻ്റെ കാര്യമാണ്. സന്ദീപ് സിംഗ് ഗൈസ് കിഡിലം പ്ലെയർ ആയി വരികയാണ് സന്ദീപ് സിംഗ്. നമ്മൾ കഴിഞ്ഞ കളിയിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു കളിച്ചു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചു ഇതിപ്പോൾ ടെമ്പററി ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ നല്ലൊരു മൂവ്മെൻറ്റ്സ് ഇന്നത്തെ കളിയിൽ സന്ദീപ് കാഴ്ചവെച്ചു. അപ്പോൾ ഇനി അത്യാവശ്യം നല്ല പെർഫോമൻസ് സന്ദീപ് കാഴ്ചവെക്കും. അപ്പോൾ പോസിറ്റീവായിട്ട് സന്ദീപ് മാത്രമേ ഉള്ളൂ ഗൈസ് അത്യാവശ്യം നല്ലൊരു പെർഫോം ചെയ്തെന്ന് പറയാനായിട്ട്. പിന്നെ നമ്മൾ വിക്ടർ ബർത്താമി ഒരു ഗോൾ അടിച്ചു. അത് കിടിലൻ ഗോൾ തന്നെയായിരുന്നു, നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ഗോളായിരുന്നു. പിന്നെ വേണമെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കാനുള്ള പല വഴിയുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു സമനില പിടിക്കാം, 2-2 സമനില, അല്ലെങ്കിൽ 1-1 സമനില പിടിക്കാമായിരുന്നു. നമ്മുടെ ഗോൾ കീപ്പർ ആഷിക്കിന് ഓറ ഫാമിംഗ് കൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല. കാരണം ഇപ്രാവശ്യം ഒരു സേവും ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്. 2 സിമ്പിൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഗോളുകളായിരുന്നു. ഫസ്റ്റ് സേവ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം, പക്ഷേ സെക്കൻഡ് ഗോൾ സിമ്പിൾ സേവ് ചെയ്യുമായിരുന്നു. സച്ചിൻ സുരേഷ് ആയിരുന്നു ചിലപ്പോൾ 2 സേവ് ചെയ്തേനെ, കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചേനെ. സച്ചിൻ ആയിരുന്നെങ്കിൽ രണ്ടാമത്തും ചിലപ്പോൾ സേവ് ചെയ്തേനെ, ഫസ്റ്റ് ഗോൾ ആയതിനെ രണ്ടാമത് സേവ് ചെയ്തേനെ. അങ്ങനെ ചിലപ്പോൾ നമുക്കൊരു ടൈ ആവാമായിരുന്നു. പക്ഷേ എല്ലാ ചാൻസും പോയി കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുകയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ പറയാൻ. എന്തായാലും വേറെ പ്രത്യേകിച്ച് മാച്ചിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. അടുത്ത മാച്ച് ചെന്നൈ FC-യോടാണ്. നമ്മൾ എത്ര ദിവസം കാത്തിരുന്ന് മാച്ച് വന്നാലും എല്ലാം തോൽവിയിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മാച്ചിൻ്റെ റിവ്യൂ ഇതൊക്കെയാണ്, വേറെ കൂടുതലൊന്നും പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഇനി ബ്ലാസ്റ്റേഴ്സ് തിരിച്ച് കരകയറണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആശാൻ തിരിച്ചു കയറണം. ദി ഓൺലി വൺ കോച്ച്, അതാണ് നമ്മളുടെ സ്വന്തം ആശാൻ ഇവാൻ ബുക്കോമനോവിച്ച്. അദ്ദേഹം തിരിച്ച് വരണം ഗൈസ്. ഹി വാസ് എ കോച്ച്. നമ്മുടെ 2025 സീസൺ, 2023 സീസൺ, 2022 സീസൺ, 2021 സീസൺ, 3 സീസണും കിഡിലൻ കളി കളിച്ച ദി നമ്പർ 1 കോച്ച് അദ്ദേഹം. ദി ഓൺലി ആശാൻ തിരിച്ചു വരണം ഗൈസ്. എങ്കിലേ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൽ കിടന്ന് കളിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഗൈസ്, ഇനി കൂടുതലൊന്നും പറഞ്ഞ് വീഡിയോ ലെങ്തി ആക്കുന്നില്ല. എന്തായാലും എന്തെങ്കിലും അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ഒരു കമൻറ്റെങ്കിലും ഇട്ടാൽ അത്രയും നല്ലത് ഗൈസ്. എനിക്ക് കുറച്ച് സന്തോഷം കിട്ടും നിങ്ങളുടെ ഓരോ കമൻറ്റ് കണ്ട്. പിന്നെ പറ്റുന്നുള്ളവർ, ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മാച്ച്, ഇതുപോലത്തെ മാച്ചിൻ്റെ വീഡിയോയിൽ കാണാം ഗൈസ്. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര്